തമിഴരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ തന്നെയാണ് രജനീകാന്ത്. ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ചൂടുപിടിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അദ്ദേഹത്തെ ചെന്നൈയിലെ കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നെഞ്ചുവേദനയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനാലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നായിരുന്നു വാർത്തകൾ ആ സമയത്ത് പരന്നിരുന്നത്. ഈ വിവരം പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആരാധകർ ആശങ്കയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തിയ താരം പതിവ് ചെക്കപ്പിനായാണ് ചെന്നൈ കാവേരി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ചില ടെസ്റ്റുകൾ നടത്തിയെന്നും അതിന്റെ റിസൾട്ടിനായി കാത്തു നിൽക്കേണ്ടതിനാലാണ് അഡ്മിറ്റ് ചെയ്തതെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ ലത തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ലെന്നും താരപത്നി പറയുന്നുണ്ട്. പുതിയ സിനിമയായ അണ്ണാത്തെ റിലീസ് ആകുന്നതിന് മുൻപ് തന്നെ രജനി ആശുപത്രി വിടുമെന്നും ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. 45 വർഷത്തിലേറെയായി സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ദാദാഭായ് നവറോജി പുരസ്കാരം നൽകി രാജ്യം രജനീകാന്തിനെ ആദരിച്ചിരുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിനായാണ് അദ്ദേഹം ഡൽഹിയിൽ പോയിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയതും. ഡൽഹിയിൽ പോയപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും പ്രസിഡന്റ് രാംനാഥ് കോവിന്ദുമായുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഉയർന്ന രക്തസമ്മർദ്ദം കാരണം രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആ സമയത്ത് അണ്ണാത്തെ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ രജനീകാന്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ വിശ്രമത്തിലാണ്. ഇപ്പോൾ ചികിത്സയൊന്നും നടക്കുന്നില്ല എന്നും എത്രയും പെട്ടെന്ന് ആശുപത്രി വിടുമെന്നും തന്നെയാണ് പുതിയതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും തങ്ങളുടെ പ്രിയപ്പെട്ട താരം എത്രയും പെട്ടെന്ന് ആശുപത്രി വിട്ട് സുഖം പ്രാപിച്ച് വീട്ടിലെത്തട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ആരാധക ലോകം മൊത്തവും.